ഗൈസ് മല്ലുട്ടേക്കാണ് ഈ ന്യൂസ് കണ്ടല്ലേ. അതായത് എന്താ പറയാ, ഒരു 3-4 കൊല്ലം മുന്നെയാണ് ഒരു കുട്ടീനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞ് കൊന്നതിന്, സ്വന്തം കുട്ടീനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞ് കൊന്നതിന് അമ്മ ശരണ്യക്ക് എന്താണ് ജീവപര്യന്തം തടവ് ശിക്ഷ. ഓക്കെ, ഇപ്പോൾ കേസിൽ വിധി വന്ന ഇപ്പോഴാണ് ഞാൻ പറഞ്ഞു. ഇതിന്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ ശരണ്യക്ക് എന്താ പറയാ കല്യാണം കഴിഞ്ഞതാണ്. പക്ഷെ വേറൊരുത്തനുമായിട്ട് പ്രണയം, അവിഹിതം, പ്രണയം എന്ന് പറയാൻ പറ്റില്ല, അവിഹിതം, കാമം മൂത്ത് വേറൊരുത്തന്നെ കൂടെ പോയി കടന്ന് ഭർത്താവിനെ ചതിച്ച് വ്യഭിചരിച്ച ഒരു വേശ്യാണ് ഇവള്. അമ്മ എന്ന് ഇവളെ വിളിക്കാൻ പറ്റില്ല, വേശി എന്ന് മാത്രമേ ഇവളെ വിളിക്കാറ്റുള്ളൂ. ഓക്കെ, ആ വേശി എന്ത് ചെയ്തു, നേരെ കുട്ടിയുണ്ട്, ആ കുട്ടീനെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. ഓക്കെ, കാമമൂത്ത വേശി എന്താ പറയുക, കാമുകന്റെ കൂടെ വ്യഭിചരിക്കാൻ വേണ്ടിയിട്ട് കുട്ടീനെ കൊല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ ആദ്യം ഒന്ന് കുട്ടീനെ കടലിലേക്ക് എറിഞ്ഞു. അങ്ങനെ മരിച്ചിട്ടില്ലെന്ന് ഉറപ്പായ പിന്നെ രണ്ടാമത്തെ വട്ടം എന്ത് ചെയ്തു, കടൽ ഭിത്തിക്ക് എറിഞ്ഞിട്ടാണ് കൊന്നത്. അത്രയും ക്രൂരമായൊരു കൊലപാതകമാണ് ഈ ശരണ്യ എന്ന് പറഞ്ഞ വേശി ചെയ്തത്. ഓക്കെ, ഈ കാമമൂത്ത വേശികളൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. കെട്ടിയൊന്നെ ചതിച്ചുകൊണ്ട് പോകും, കുട്ടികളെ കൊന്നിട്ടും കുട്ടികളെ ഒഴിവാക്കിയിട്ടൊക്കെ പോകും. നമ്മൾ ഒരുപാട് ന്യൂസിൽ കാണും, ഡെയിലി കാണുന്നതാണ്. കാമമൂത്ത കുറെ വേശികള് എന്തെങ്കിലും കെട്ടിയൊന്നും ചതിച്ചല്ലേ കുട്ടീനെ കൊന്നിട്ടൊക്കെ പോണത്. ഒരു സ്ഥലത്ത് 13-കാരിയായ പെണ്ണ് സ്വന്തം മകളെ പീഡിപ്പിക്കാൻ നിന്ന് കൊടുത്തത് എന്താ പറയാ, ഒത്താശ ചെയ്ത് കൊടുത്തത് സ്വന്തം അമ്മയാണ്. അത് ഉണ്ടായത് എങ്ങനെയാ, അത് ഉണ്ടാവുള്ള കാരണം എന്താ, ഈ തള്ള എന്താ പറയാ കാമൂത്ത് വ്യഭിചരിക്കാൻ പോയി കാമുകന്റെ ഒപ്പം. കാമുകന് 13 വയസ്സായ പെണ്ണാന്ന് നോക്കില്ല, ഓനോളെ റേപ്പ് ചെയ്യാന്ന് പറഞ്ഞ് ഇതിന് എന്താ പറയാ നിന്ന് കൊടുത്തത് ആ പെണ്ണിന്റെ തള്ളയും കൂടിയാണ്. അതുകൂടി മനസ്സിലാക്കണം. ശരി, ഇങ്ങനെയുള്ള വേശികള് നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. ഈ കാമം മൂത്ത് വ്യഭിചരിക്കാൻ പോണ വേശികളും ഉണ്ട് കുറെ നാട്ടില്. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള എന്താ പറയാ കാമം മൂത്ത് വ്യഭിചരിക്കാൻ പോണ വേശികളെയൊക്കെ, ഭർത്താവിനെ ചതിച്ച് കുട്ടീനെ ചതിച്ചൊക്കെ പോണ വേശികളൊക്കെ നടു റോട്ടിലിട്ട് അടിച്ച് പട്ടീനെ കൊല്ലണ പോലെ കൊല്ലണം. അപ്പോളെ ഇങ്ങനെയുള്ള തേയ് പിടിച്ചുകൾ പഠിക്കുള്ളൂ. കെട്ടിയവനെ ചതിച്ച് കുട്ടികളെ കൊന്നുപോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാറ്? ഇപ്പൊ ഇത് ആ പെണ്ണിനെ അമ്മ എന്ന് വിളിക്കാൻ എങ്ങനെ പറ്റുക? ഇങ്ങനെ ഇപ്പോഴും ഈ ഒരു ന്യൂസിന്റെ സമയത്തും ഇങ്ങനെ എന്താ പറയാ കുട്ടീനെ കൊല്ലാൻ നോക്കിടക്കുന്ന വേശികൾ ഉണ്ടാകും. അതേപോലെ കാമുകന്റെ കൂടെ ഭർത്താവ് ചതിച്ച് വ്യഭിചരിച്ച് കിടക്കുന്ന വേശികളും ഉണ്ടാവും ഈ ന്യൂസ് ഉള്ള സമയത്തും. അതങ്ങനെയാണ്, ഓരോന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പുതിയൊരു വീഡിയോ ഉണ്ടാക്കണം. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളെ കമന്റ്സ് എന്നാൽ എന്താ നിങ്ങളെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ.